എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 3 ജനറേഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അപ്പം ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 4th ജനറേഷനും 5th ജനറേഷനുമാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ 4th ജനറേഷനാണ് നമ്മൾ ഇനി പറയുന്നത്. ഫോർത്ത് ജനറേഷൻ. അപ്പോൾ 4th ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്ത സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എന്താ? മൈക്രോ പ്രൊസസ്സർ ആണ്. എന്താണ്? മൈക്രോ പ്രൊസസ്സർ. അപ്പം 4th ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ എന്തായിരുന്നു? മൈക്രോ പ്രൊസസ്സർ ആയിരുന്നു. അപ്പം മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് ഇല്ലേ, ഈ ട്രാൻസിസ്റ്ററും റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു എന്താ പറയാ, ഒരു വലിയ ഒരു ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആണ്. ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ നടത്തിയിട്ടുള്ള IC ചിപ്പുകളാണ് മൈക്രോ പ്രോസസ്സറുകൾ. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ഒരുപാട്, അതായത് ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകളും അതേപോലെ റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിർമ്മിച്ച ഒരു ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ഉള്ള ഒരു IC ചിപ്പുകളാണ് എന്ത്? മൈക്രോ പ്രോസസ്സറുകൾ. ഓക്കെ, അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സർ ആയിരുന്നു 4th ജനറേഷനിൽ യൂസ് ചെയ്ത സാങ്കേതിക വിദ്യ. ഇനി ഈ മൈക്രോ പ്രോസസ്സർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി മൈക്രോ പ്രോസസ്സറിൽ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടാക്കിയിട്ടുള്ള സിലിക്കൺ ചിപ്പുകളാണ് എന്ത്? മൈക്രോ പ്രോസസ്സറുകൾ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ പ്രോസസ്സറുകൾ എന്താന്ന് ഞാൻ ഒന്നും കൂടെ പറയാം. ഒരുപാട് ട്രാൻസിസ്റ്ററുകള്, കപ്പാസിറ്ററുകള്, റെസിസ്റ്റൻസുകള് ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ നടത്തിയിട്ടുള്ള സിലിക്കൺ ചിപ്പുകളാണ് എന്ത്? മൈക്രോ പ്രോസസ്സറുകൾ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ പറഞ്ഞു 4th ജനറേഷനിൽ യൂസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് മൈക്രോ പ്രോസസ്സർ എന്ന്. അപ്പൊ നമ്മൾ കണ്ടെത്തിയ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഏതാണെന്ന് ഒന്ന് നോക്കാം. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഏതാണ്? ഇന്റൽ ആണ്. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇന്റൽ 4004. അപ്പം ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയ ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇന്റൽ 4004 ആണ്. ഓക്കെ, അപ്പൊ ഈ 2 പോയിന്റ് കാര്യമായിട്ട് ഇവിടെ നോക്കാനുള്ളൂ. 4th ജനറേഷനിൽ യൂസ് ചെയ്ത സാങ്കേതിക വിദ്യ ഏതാണ്? മൈക്രോ പ്രോസസ്സർ ആണ്. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഏതാണ്? ഇന്റൽ 4004. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന 5th ജനറേഷനിലേക്ക് പോവാം. 5th ജനറേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. 5th ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എന്താണ്? AI ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് 5th ജനറേഷനിൽ യൂസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇതിൽ നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ് കമ്പ്യൂട്ടറിന്റെ ഇതിലുണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് റോബോട്ടിക് വിഷൻ ഉണ്ടാവും, അതേപോലെ സംസാരിക്കാൻ സ്പീച്ച് റെക്കഗ്നീഷൻ ഉണ്ടാവും, റോബോട്ടിക് വിഷൻ ഉണ്ടാവും, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകൾ ഉൾപ്പെട്ടതാണ് ഇത് AI അല്ലെങ്കിൽ 5th ജനറേഷൻ. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫാദർ ആരാന്ന് നോക്കണം. ഹു ഇസ് ദ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ജോൺ മക്കാർത്തി. ആരാണ്? ജോൺ മക്കാർത്തി. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്ന് പറയുന്ന ആരാണ്? ജോൺ മക്കാർത്തി. അദ്ദേഹം തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു പദം കൊണ്ടുവന്നതും അദ്ദേഹമാണ്. ഹി ഈസ് ദ ഫാദർ ഓഫ് AI. AIയുടെ ഫാദർ എന്ന് പറയുന്ന ആരാണ്? ജോൺ മക്കാർത്തിയാണ്. ഇനി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് യൂസ് ചെയ്യുന്ന പ്രധാന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്. ആ 2 എണ്ണത്തിന്റെ പേര് കൂടി ഇവിടെ പഠിക്കണം. ഏതൊക്കെയാണ്?
ഫസ്റ്റത്തേതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഒന്ന് പ്രൊലോഗ്. മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഇത് ലിസ്പ്. LISP. ഇവ രണ്ടുമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇത് ചാറ്റ് ബോട്ട്. എന്താണ് ചാറ്റ് ബോട്ടുകൾ? വേണ്ട, ചാറ്റ് ബോട്ട്. എന്താ ചാറ്റ് ബോട്ട്? ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ലേ, അതേപോലെ നമ്മൾ സംസാരിക്കുന്നത് പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ പറ്റുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയാണ് എന്ത് പറയുക നമ്മൾ ചാറ്റ് ബോട്ട് എന്ന് പറയുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശയവിനിമയം നടത്താൻ പറ്റുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയാണ് എന്ത് പറയുക ചാറ്റ് ബോട്ട് എന്ന് പറയാം. അപ്പൊ ആദ്യം ഡെവലപ്പ് ചെയ്ത രണ്ട് ചാറ്റ് ബോട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ബോബ്. ഏതാണ് ബോബ്? മറ്റൊന്ന് എന്താ ആലീസ്. ബോബ്, മറ്റൊന്ന് ആലീസ്. ഇവ ഡെവലപ്പ് ചെയ്തത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. നിർമ്മിച്ച ആരാണ്? ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പം ചാറ്റ് ബോട്ട് എന്താ? ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം ആശയവിനിമയം, അതായത് ആശയവിനിമയം നടത്താൻ പറ്റുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയാണ് എന്ത് പറയുക ചാറ്റ് ബോട്ട് എന്ന് പറയാ. ഫസ്റ്റ് നിർമ്മിച്ച രണ്ട് ചാറ്റ് ബോട്ടുകളാണ് ഇത് ബോബും ആലീസും. നിർമ്മിച്ചിട്ടുള്ള കമ്പനി ഏതാണ്? ഫേസ്ബുക്ക് ആണ്. ഓക്കെ, ഇനി ഇത് ക്ലിയർ അല്ലേ ഈ പോയിന്റ്സ്? ഇനി നമ്മൾ അടുത്ത പോയിന്റ് പറയുന്നത് എന്താ വെച്ചാല് നെക്സ്റ്റ് പോയിന്റ് ഈസ് AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലേ. അപ്പം ഈ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു എയർലൈൻ റോബോട്ട് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു എയർലൈൻ റോബോട്ട് ഉണ്ട്. അതേതാണ്? ആ റോബോട്ടാണ് ഇത് റാഡ. ഏതാണ്? റാഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് എയർലൈൻ റോബോട്ടാണ് ഇത് റാഡ. ഇനി റാഡയെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പൗരത്വം, ഒരു രാജ്യം ഒരു റോബോട്ടിന് ഒരു പൗരത്വം കൊടുത്തിട്ടുണ്ട്. ആ റോബോട്ടാണ് ഇത് സോഫിയ. നിങ്ങൾ കേട്ട് നല്ല പരിചയമുണ്ടാവും. സോഫിയ എന്ന റോബോട്ട് സൗദി അറേബ്യയാണ് സോഫിയ എന്ന് പറയുന്ന റോബോട്ടിന് അവിടുത്തെ പൗരത്വം നൽകിയത്. കാരണം മനുഷ്യന്മാരെ പോലെ തന്നെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവുകളൊക്കെ ഉൾപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത ഒരു റോബോട്ടാണ് ഇത് സോഫിയ. അതുകൊണ്ടാണ് ഇതിന് സൗദി ഗവൺമെന്റ് എന്ത് ചെയ്ത് പൗരത്വം കൊടുത്തത്. അപ്പൊ ആദ്യമായിട്ട് പൗരത്വം കൊടുത്ത റോബോട്ട് എന്ന് പറയുന്നത് ഏതാണ്? സോഫിയയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻ റോബോട്ട് എന്ന് പറയുന്നത് ഏതാണ്? റാഡ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ആദ്യമായിട്ട് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് നിർമ്മിച്ച കപ്പൽ. ഫസ്റ്റ് AI കപ്പൽ എന്ന് പറയുന്നത് ഏതാ? Mayflower 400 ആണ്. ഏതാണ്? Mayflower 400. ആദ്യത്തെ AI കപ്പൽ, ലോകത്തിലെ തന്നെ ആദ്യത്തെ AI കപ്പൽ എന്ന് പറയുന്നത് Mayflower 400 ആണ്. ഇത്രയുമാണ് നമുക്ക് 5th ജനറേഷനിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കാനുള്ള പോയിന്റ്സ്. ഇനി ഇപ്പൊ നമുക്ക് 4th ഉം 5th ജനറേഷൻ ഒന്ന് പറയാം. 4th ജനറേഷനിൽ കാര്യമായിട്ടൊന്നുമില്ല. 4th ജനറേഷനിൽ ആദ്യമായി കൊണ്ടുവന്ന 4th ജനറേഷനിൽ വന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് മൈക്രോ പ്രോസസർ ആണ്. ഇനി ഫസ്റ്റ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇന്റൽ 4004 ആയിരുന്നു. 5th ജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ജനറേഷൻ. ഏതാണ്? AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ജനറേഷൻ ആണ് ഏത്? 5th ജനറേഷൻ. അപ്പോൾ 5th ജനറേഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഈ AIന്റെ പ്രത്യേകത എന്താണ് അല്ലെ? സംസാരിക്കാനുള്ള അല്ലെ, സ്പീച്ച് അല്ലെ,
സ്പീച്ച് റെക്കഗ്നൈസേഷൻ, അതേപോലെ റോബോട്ടിക് വിഷൻ ഒക്കെ തുടങ്ങിയ സ്പെഷ്യാലിറ്റീസ് ഒക്കെ വരുന്ന ജനറേഷനാണ് ഏത്? AI ജനറേഷൻ. ഇനി അല്ലെ 5th ജനറേഷൻ. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫാദർ ആരായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജോൺ മക്കാർത്തി. ആരാണ്? ജോൺ മക്കാർത്തി. ദെൻ നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലാംഗ്വേജുകൾ ഏതൊക്കെയായിരുന്നു? പ്രൊലോഗും ലിസ്പും അല്ലെ. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പിന്നെ ചാറ്റ് ബോട്ടുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ. നമ്മൾ ഡെവലപ്പ് ചെയ്ത ചാറ്റ് ബോട്ടുകൾ എന്തായിരുന്നു? നമുക്ക് പരസ്പരം അങ്ങടും ഇങ്ങടും ആശയവിനിമയം നടത്താൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് ചാറ്റ് ബോട്ട്. ആദ്യമായി നിർമ്മിച്ച 2 ചാറ്റ് ബോട്ടുകൾ പറഞ്ഞു, ബോബും ആലിയും. നിർമ്മിച്ചത് ആരാണ്? ഫേസ്ബുക്ക് കമ്പനിയാണ് അല്ലെ. പിന്നെ ഫസ്റ്റ് AI കപ്പൽ പറഞ്ഞു മേഫ്ലവർ 400. മേഫ്ലവർ 400 ആണ് ആദ്യത്തെ AI കപ്പല്. പിന്നെ ആദ്യമായി പൗരത്വം ലഭിച്ച ഒരു റോബോട്ട് എവിടെയാ? സോഫിയ. ഏത് രാജ്യ പൗരത്വം കൊടുത്തത്? സൗദി അറേബ്യ. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ 5th ജനറേഷനിൽ പറഞ്ഞത്. ഇനി നമുക്ക് ജനറേഷൻ ഒക്കെ കഴിഞ്ഞു, അതായത് കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് തുടങ്ങി വന്ന കുറച്ച് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. ഇനി ഓരോ ജനറേഷനും നമ്മൾ പറഞ്ഞു. അങ്ങനെ 5th ജനറേഷൻ വരെയാണ് കമ്പ്യൂട്ടറിൻ്റെത് നമ്മൾ പറയുക. ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറിൽ തന്നെ പല ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെ ടൈപ്സ് കമ്പ്യൂട്ടർ ആണ് ഉള്ളത് നോക്കാം. അപ്പം കമ്പ്യൂട്ടറിന്റെ വിവിധ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് മൈക്രോ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. ഏതാണ്? മൈക്രോ കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണെന്നൊന്നും പറയുന്നതിന് പകരം നിങ്ങൾക്ക് അത് മൈക്രോ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ലാപ്ടോപ്പും നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, അതേപോലെ ഡെസ്ക്ടോപ്പ്. ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, അതേപോലെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഏതാണ്? മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പം മൈക്രോ കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ഏത്? ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, അതേപോലെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് അല്ലെ. ഇനി പിന്നെ അതിൽ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് മൈക്രോ കമ്പ്യൂട്ടർ എന്നുള്ളത്. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, അതല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണെന്നും കൂടെ ഇതിൽ നമ്മൾ പഠിക്കാം. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ആൾട്ടയർ. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് ഇത്? ആൾട്ടയർ 8800. ആൾട്ടയർ 8800നെയാണ് ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ജസ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള പ്രധാനപ്പെട്ടതൊക്കെ പഠിക്കാനുള്ള ടൈം പോകും കേട്ടോ. അപ്പം ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാ? ആൾട്ടയർ 8000 ആണ്. ഇനി നമ്മൾ പറയുന്നത് മിനി കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. മൈക്രോ കമ്പ്യൂട്ടർ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മിനി കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. ഏതാണ്? മിനി കമ്പ്യൂട്ടേഴ്സ്. മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഇല്ലേ, ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിന്റെ അത്ര ഡെവലപ്പ് ചെയ്യാനുള്ള ചെലവ് കുറവുള്ളതും എന്നാൽ കാര്യശേഷി അത്ര തന്നെ ഇല്ലാത്തതുമായ കമ്പ്യൂട്ടേഴ്സ് ആണ് ഏത്? മിനി കമ്പ്യൂട്ടേഴ്സ്. മിനി കമ്പ്യൂട്ടേഴ്സിന് അതുകൊണ്ട് തന്നെ മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ് എന്നും പറയും. എന്താണ്? മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ് എന്നും പറയും. ഓക്കെ, ഇവയൊക്കെയാണ് എന്താ പറയാ? മിനി കമ്പ്യൂട്ടർ എന്ന് പറയാം. ഈ ഒരു പോയിന്റ് മാത്രം അതിൽ കാര്യമായിട്ട് നോക്കാനുള്ളൂ. ഇനി ഞാൻ നേരത്തെ മിനി കമ്പ്യൂട്ടർ പറഞ്ഞപ്പം പറഞ്ഞു മെയിൻ ഫ്രെയിം എന്നുള്ളൊരു വേർഡ് പറഞ്ഞു അല്ലെ. അപ്പം ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്താണെന്നാണ് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് രണ്ടും ഞാൻ വായിക്കുന്നുണ്ട്.
മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് എങ്ങനെയായിരിക്കും? ഇവ നിർമ്മിക്കാൻ മിനി കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ നോക്കുന്നതിനേക്കാളും അല്ലെ അതിനൊക്കെ അപേക്ഷിച്ച് നല്ല വലിപ്പവും ഉണ്ടാവും, അത്യാവശ്യം നല്ല ചെലവും ഉണ്ടാവും ഇവ നിർമ്മിക്കാൻ. അപ്പം വലിപ്പവും കൂടുതലും ചെലവ് കൂടുതലും ഉള്ള, അല്ലെങ്കിൽ നിർമ്മിക്കാൻ ചെലവ് കൂടുതലും അതേപോലെ തന്നെ വലിപ്പം കൂടുതലുമുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. നിങ്ങൾക്ക് ഇത് എവിടെയൊക്കെ കാണുന്നു പറഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ റെയിൽവേ, എയർലൈൻസ്, അതേപോലെ IT കമ്പനികളൊക്കെ അല്ലേ, അവിടെയൊക്കെ കാണപ്പെടുന്ന, അതായത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാല് ബാങ്കുകള്, റെയിൽവേയില്, അതേപോലെ IT കമ്പനികളില് ഒക്കെ ഇങ്ങനെ കാണപ്പെടുന്ന, ഇങ്ങനെ വലിയ ഫ്രെയിമിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിത്തരുന്നില്ലേ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഒക്കെ, അവയാണ് നമ്മൾ എന്ത് പറയാ? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയാം. അപ്പം ഇതിനെ ആലോചിച്ചാൽ തന്നെ അറിയാലോ, അവ ഉണ്ടാക്കാനും അവയ്ക്ക് നല്ല വലിപ്പല്ലേ, ഇങ്ങനെ വലിയ വലിപ്പത്തിലല്ലേ, വലിപ്പം ഉണ്ടാവും. അതേപോലെ തന്നെ നിർമ്മിക്കാൻ എന്താ മറ്റുള്ള കമ്പ്യൂട്ടേഴ്സിനേക്കാളും ചെലവും കൂടുതലായിരിക്കും. അപ്പൊ ഇതിനെയാണ് എന്ത് പറയാ? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയാം. ഇനി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ കഴിഞ്ഞാൽ then last we discuss about സൂപ്പർ കമ്പ്യൂട്ടർ. അടുത്തേതാ? സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് അടുത്ത നമ്മൾ പറയുന്നത്. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ അതിസങ്കീർണമായ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് ഇത് സൂപ്പർ കമ്പ്യൂട്ടർ. ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക എവിടെയാണെന്ന് വെച്ചാൽ ഈ നമ്മളെ ഇതൊക്കെ അല്ലേ, അണുപരീക്ഷണങ്ങള്, അതേപോലെ ബഹിരാകാശ പരിവേഷണങ്ങളൊക്കെ ഇല്ലേ, അവിടെ ആ മേഖലകളിലൊക്കെയാണ് എന്ത് ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതായത് നമുക്ക് നമ്മളെ ക്ലൈമറ്റിന്റെ ഒക്കെ പിന്നെ പ്രവചനങ്ങളൊക്കെ നടത്താൻ, കാലാവസ്ഥാ പ്രവചനങ്ങൾ നടത്താൻ, അതേപോലെ അണുപരീക്ഷണങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിൽ, അതേപോലെ ബഹിരാകാശ പരിവേഷണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇനി ഈ സൂപ്പർ കമ്പ്യൂട്ടറിൽ നമ്മള് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആരാണ്? സിമോർ ക്രേ ആണ്. സിമോർ ക്രേ. അപ്പം ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആരാണ്? സിമോർ ക്രേ ആണ്. ഇനി നമുക്ക് ഇവിടുന്ന് കാര്യമായിട്ട് ചോദിക്കുന്നത് ഒന്ന് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് CDC 6600 ആണ്. CDC 6600 ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറഞ്ഞപ്പം ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വേഗതയുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാ? ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വേഗതയുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പരം ആണ് ട്ടോ. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പരം സിദ്ധി ആയി ആണ്. പരം സിദ്ധി ആയി ആണ് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വേഗതയുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പരം സിദ്ധി ആയി ആണ്. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് ഈ രണ്ട് പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ CDC 6600 ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പരം സിദ്ധി ആയിയുമാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പോയിന്റും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? ഇന്ന് ഏകദേശം സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ടോപ്പിക് നമുക്ക് കവർ ചെയ്യാം. അപ്പം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാ? പരം സിദ്ധി ആയി ആണെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാ? പരം 8000 ആണ്. ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറും പരം 8000.
8000 എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറുമാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. അപ്പം ഇത്രയാണ് നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടറിൽ കാര്യമായിട്ട് നോക്കാനുള്ളത്. പിന്നെ ഒന്നും കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പിതാവ്, ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? വിജയ് പി ഭട്കർ ആണ്. ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? വിജയ്, ഇത് ഇന്ത്യത്തെയാണ്, വിജയ് പി ഭട്കർ ആണ്. ആരാണ്? ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? വിജയ് പി ഭട്കർ ആണ്. വിജയ് പി ഭട്കർ ആണ് ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പിതാവ്. മൊത്തം സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പിതാവ് എന്ന് പറയുന്ന ആരാണ്? സീമോർ ക്രേ ആണ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പിതാവ് എന്ന് പറയുന്നത് സീമോർ ക്രേ. എന്നാൽ ഇന്ത്യത്തെ കേസ് പറയുമ്പോൾ ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പിതാവ് എന്ന് പറയുന്ന ആരാണ്? വിജയ് പി ഭട്കർ ആണ്. അപ്പം സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ടോപ്പ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ ഇത്രയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇത്രയുമാണ് വിവിധ ടൈപ്പിലുള്ള കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒന്ന് ഏതൊക്കെ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ആണ് പറഞ്ഞതെന്നൊന്നും കൂടെ പറയാം. അപ്പൊ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഏതാണ്? അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? മൈക്രോ കമ്പ്യൂട്ടർ അല്ലെ. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോഴുള്ള ടൈപ്പ്, അതായത് ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഒക്കെ ഏതാണ്? മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണെന്ന് പറഞ്ഞു? ആൾട്ടയർ. ഞാൻ പറയുമ്പോൾ കൂടെ പറയണ ആൻസർ ആൾട്ടയർ 8800 ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, അതായത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ വളരെ ചെലവ് കൂടിയ കമ്പ്യൂട്ടേഴ്സ് ആണ് ഇത്. വലിപ്പം ഉണ്ടാവും, ചെലവും കൂടുതലാണ് ഇത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. അതെവിടെയാ കാണുക? ബാങ്കുകളിൽ, അതേപോലെ പിന്നെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ കാണുന്നതാണ് ഇത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, മിനി കമ്പ്യൂട്ടേഴ്സിന്റെ മറ്റൊരു പേര് എന്തേലും മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ്. ഇവയ്ക്ക് അത്ര ചെലവുണ്ടാവില്ല ഉണ്ടാക്കാൻ, അതേപോലെ മെയിൻ ഫ്രെയിമിന്റെ അത്ര വലിപ്പവും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നേരിട്ട് ഏതിലേക്ക് വന്നു? സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് വന്നു അല്ലെ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് പറയുന്നത് സീമോർ ക്രേ ആണ്. ഇന്ത്യയിലാവുമ്പോൾ അതാരായി? വിജയ് പി ഭട്കർ ആയി. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യയിലുള്ളത് ഏതായിരുന്നു? പരം 8000 ആണ്. അപ്പൊ അങ്ങനെ പിന്നെ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാണ്? CDC 6600 ആണ്. ഓക്കെ, പിന്നെ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ എവിടെയാ കൂടുതൽ യൂസ് ചെയ്യുക? ബഹിരാകാശ പരിവേഷണത്തിന്, കാലാവസ്ഥ പ്രവചനത്തിന്, അണുപരീക്ഷണങ്ങൾ, അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഏത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക അല്ലേ. ഇനി ബാക്കി പിന്നെ എന്ത് പോയിന്റാ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടറിൽ പറഞ്ഞത്? സൂപ്പർ കമ്പ്യൂട്ടറിൽ നമ്മൾ ഏറ്റവും വേഗതയേറിയ ഇന്ത്യയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് പറഞ്ഞു? ഏതായിരുന്നു? പരം സിദ്ധി ആയി അല്ലേ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം നമ്മളെ കമ്പ്യൂട്ടേഴ്സിലെ ജനറേഷനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എടുക്കാനുള്ളത് കമ്പ്യൂട്ടറിന്റെ പാർട്ടുകളാണ്. അതായത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഹാർഡ്വെയറിനെ കുറിച്ച്, സോഫ്റ്റ്വെയറിനെ കുറിച്ച്, അതേപോലെ മെമ്മറീനെ കുറിച്ച് ഒക്കെയാണ് നമുക്കിനി നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.